അടിപൊളി ദൃശ്യം. തിയേറ്ററിൽ വന്ന് കാണുക, എത്രയും പെട്ടെന്ന് വരിക. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കഴിയുക, തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കാണുക. ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ദൃശ്യം 1 ഉം 2 ഉം കണ്ടു. നിങ്ങൾ അങ്ങനെ എടുത്തൊരു രീതിയുണ്ട്. ഈ പ്രമോഷൻസൊക്കെ കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കാണുക. മറ്റൊരു ദൃശ്യമായിരുന്നു. കണ്ടിട്ട് മനസ്സിലാകും. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫൊക്കെ ഇച്ചിരി ലാഗ് ഉണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ നല്ല ത്രില്ലിംഗ് ആയിട്ട് വരും. ഫസ്റ്റും സെക്കൻഡും പോലെ തന്നെ അത്ര സസ്പെൻസും ത്രില്ലിംഗും ഉണ്ടോ? തേർഡ് അതായി പറഞ്ഞ ഫസ്റ്റ് ഹാഫിലില്ല, സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉള്ളത്. 4 വേണ്ടി വെയിറ്റിംഗ് ആണോ? ആ പിന്നെ ശരിക്കും ലാലേട്ടൻ തൂക്കിയോ? പിന്നില്ലേ, അടിപൊളി, സൂപ്പർ. വളരെ ഇഷ്ടപ്പെട്ടു. പടം സൂപ്പർ. അവസാനം വരെ നമ്മളെ അറിയാതെ ട്വിസ്റ്റുകളാണ് മൊത്തം. അത് നമ്മൾ അത് രണ്ടിനെയൊക്കെ കവച്ച് വെക്കും. ലാലേട്ടൻ ശരിക്കും തൂക്കിയോ? ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ലാലേട്ടൻ അഭിനയിച്ചു. സൂപ്പർ. ജീവിക്കായിരുന്നു. 4 വേണ്ടി വെയിറ്റിംഗ് ആണോ? 4 വരണം. കാരണം എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുക. അടിപൊളി സിനിമ ഫസ്റ്റ് വാച്ചാണ്, എല്ലാരും കാണണം. പിന്നെ സ്പോയിലേഴ്സ് ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക് ബാക്ക് ബാക്ക്. 1 ഉം 2 ഒന്നുമല്ല, 3 ആണ് മെയിൻ. ഇനി അടുത്ത പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. ലാലേട്ടൻ തൂക്കി. ദൃശ്യം 4 വേണ്ടിയുള്ള എലമെന്റ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. തൂക്കി, ലാലേട്ടൻ തൂക്കി. അടിപൊളി പടം. ലാലേട്ടൻ തൂക്കിയോ? ലാലേട്ടൻ തൂക്കി, കൺഫേം. 1 ഉം 2 ഉള്ള പോലത്തെ ഒരു സസ്പെൻസ് നമുക്ക് ഇതിൽ കിട്ടിയോ? അതെ, നല്ല കിടിലൻ സസ്പെൻസ് ഉണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ചാണ്. റിവ്യൂ നോക്കി പോകാണ്ടിരിക്കുക. അടിപൊളി പടം, സെറ്റ് ആയിട്ട് പറയാം. റിവ്യൂ നോക്കി പോകാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ.